എല്ലാവർക്കും നമസ്കാരം. ഈ വിഷുഫലം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ ഈ നക്ഷത്ര ഗ്രൂപ്പിൽ വരുന്ന നാളുകാർ ഭരണി, പൂരം, പൂരാടം, കാർത്തിക, ഉത്രാടം ഈ 6 നക്ഷത്രക്കാരാണ്. ഏറ്റവും ആദ്യമായി ഈ മേടമാസത്തിലെ വിഷു സംക്രമ ഗ്രഹനില ഒന്ന് പറയാം. 1200 ആണ്ട് മലയാള മാസം മീനം 30-ാം തീയതിയും അന്ന് ഇംഗ്ലീഷ് തീയതി 2025 ഏപ്രിൽ 13-ാം തീയതി ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദത്തിൽ തുലാക്കൂറിലാണ് സൂര്യൻ്റെ മേടസംക്രമണം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ ഈ ഗണിതം എടുത്തിരിക്കുന്നത്. അപ്പോൾ കലണ്ടർ പ്രകാരം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിഷു ഏപ്രിൽ 14-ാം തീയതി തിങ്കളാഴ്ചയായിട്ട് വരും എന്നാണ്. ഇനി നമുക്ക് ഫലപ്രവചനങ്ങളിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. വളരെ ചുരുക്കം ആളുകൾ ഈ അടുത്തായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതായത് ഇവിടെ മെസ്സേജ് അയച്ച് അതിൽ കണ്ടിട്ടുള്ളത്, നമ്മളിവിടെ പറയുന്ന ഈ ഫലപ്രവചനങ്ങൾ കുറച്ച് ശരിയാകും, എന്നാൽ ബാക്കി കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നാണ് ഇവിടെ വന്ന ചില മെസ്സേജുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ നക്ഷത്രത്തിന് വേണ്ടിയിട്ട് പറയുന്ന ഫലപ്രവചനങ്ങൾ അത് അച്ചിട്ടാകാൻ വേണ്ടി നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് ദോഷപരിഹാരങ്ങൾ ചെയ്യുക. അതോടുകൂടി ഇതിൽ പറയാൻ പോകുന്ന ഫലങ്ങൾ അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് വന്നു കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന നിങ്ങളുടെ ദശയും അപഹാരവും പ്രകാരം നിങ്ങൾ അതിനെ ഗവനിക്കാതിരുന്നാൽ നിങ്ങളുടെ നക്ഷത്രപ്രകാരം പറയുന്ന ഗുണഫലം നിങ്ങൾക്ക് കിട്ടില്ല. എന്നാൽ ദോഷഫലങ്ങൾ അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ചില ആളുകൾ ഇവിടെ കമൻറ്റ് ചെയ്ത് നമ്മൾ കാണാറുള്ളത്, ഇവിടെ ഈ പറയുന്ന ഗുണഫലങ്ങൾ കുറച്ച് മാത്രമേ ഫലിക്കാറുള്ളൂ, എന്നാൽ ഈ ദോഷഫലങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് അനുഭവത്തിൽ വരുന്നുണ്ട് താനും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കമൻറ്റുകൾ അപൂർവമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കാരണം ഈ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇവിടെ തന്ന് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് പൂജയിൽ ഉൾപ്പെടുക. എന്നിട്ട് പിന്നീട് വരുന്ന ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, അതായത് ഒന്ന് വാച്ച് ചെയ്യുക. ഫലപ്രകാരം പറയുന്ന എല്ലാ ഗുണഫലങ്ങളും നിങ്ങൾക്ക് വന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത് ഞാൻ പറയുന്ന ഫലപ്രവചനത്തിൽ മാത്രമല്ല, ഏത് ദൈവജ്ഞനെ നിങ്ങൾ പോയി കാണുമ്പോൾ അദ്ദേഹം പറയുന്ന ഫലപ്രവചനങ്ങളാണെങ്കിലും ശരി, പ്രസ്തുത ജാതകൻ തൻ്റെ അപഹാരപ്രകാരം പരിഹാരം ചെയ്തില്ലെങ്കിൽ ആ ഗ്രഹദോഷം അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കും. പ്രത്യേകം അറിഞ്ഞിരിക്കുക, ഇതിന് ഈ പരിഹാര ക്രിയകൾക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പൈസ മുടക്ക് വരുന്നില്ല. അതായത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ മാറ്റിവെക്കേണ്ടതില്ല. നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണോ മാസത്തിൽ ആ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ, അതായത് നക്ഷത്രത്തിൻ്റെ തലേ ദിവസവും അന്നും പിറ്റേന്നും, അങ്ങനെ ആ 3 ദിവസങ്ങളിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ നിങ്ങൾ പോകുന്നത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ, അതായത് ഉപപ്രതിഷ്ഠകളായിട്ട് നവഗ്രഹങ്ങളും അവിടെ ഉണ്ടെങ്കിൽ അത് അത്യുത്തമമായിരിക്കും. അതോടൊപ്പം ഒരു നവഗ്രഹ പുഷ്പാഞ്ജലിയും കൂടി കഴിപ്പിക്കുക. ഇത്രയേ നിങ്ങൾക്ക് പൈസ ചിലവായിട്ട് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഫലപ്രവചനങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി. ഒരുപക്ഷെ ഈ വീഡിയോയിൽ അത് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത വീഡിയോയിലെങ്കിലും അത് പൂജയുടെ ലിസ്റ്റിലേക്ക് നമുക്ക് എഴുതിയെടുത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. അത് ഞാൻ എഴുതിയെടുത്ത് ഇവിടെ പൂജയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പിന്നീടുള്ള നിങ്ങളുടെ ദിവസങ്ങളിൽ ആ ദൈനംദിന കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ ആ ഒരു ചേഞ്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ദൃശ്യമാകും. അത് പറയാൻ കാരണം, നിങ്ങൾക്ക് നല്ല മനസ്സമാധാനമുണ്ടാകും. ശരീരത്തിന് നിലനിന്നിരുന്ന വേദനകളും അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ പ്രതിസന്ധികളെ സഹിക്കാനുള്ള ഉൾക്കരുത്തും ഉണ്ടായിക്കിട്ടും. അപ്പോൾ ഇത്യാദി കാര്യങ്ങളെല്ലാം കണ്ടാൽ അതിനർത്ഥം നിങ്ങളെ പൂജയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, മാർച്ച് 29-ാം തീയതി ലക്ഷ്മി നാരായണ പൂജയും അതിനോടൊപ്പം മറ്റ് 2 പ്രധാന പൂജകളും കൂടി ഒന്നിച്ചു കൂട്ടിച്ചേർത്ത് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ 1200-ാം ആണ്ട് വിഷുഫലത്തിലേക്ക് നോക്കിയാൽ ഇന്ന് പറയുന്നത് ഭരണി, പൂരം, പൂരാടം, കാർത്തിക, ഉത്രാടം ഈ നാളുകാർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ്. ഈ 6 നക്ഷത്രക്കാരിൽ വെച്ച് ആദ്യമായി പറയുന്നത് ഭരണി, പൂരം, പൂരാടം. നിങ്ങൾക്ക് ഈ 2025-26-ാം ആണ്ടിലെ വിഷുഫല പ്രകാരം നിങ്ങളുടെ ഏറ്റവും അനുകൂല മാസങ്ങളായിട്ട് നമുക്കിവിടെ ഗണിതപ്രകാരം കിട്ടിയിരിക്കുന്നത് ഇടവം, ചിങ്ങം എന്നീ മാസങ്ങളാണ്. ഇനി നിങ്ങളുടെ സമ്പൂർണ്ണ ഫലത്തിലേക്ക് നോക്കാം.
ഈ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരുമാനം നിങ്ങൾക്കുണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ ചിലവും ഉണ്ടാകും. എങ്കിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. പറയാൻ കാരണം, എങ്ങനെയൊക്കെയാണെങ്കിലും ശരി, പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അത് തരണം ചെയ്തു പോകാനുള്ള സാമ്പത്തിക നീക്കിയിരിപ്പ് അല്ലെങ്കിൽ ഒരു പക്ഷേ ആളുകളിൽ നിന്നുള്ള സഹായം എന്നിവ യഥാസമയങ്ങളിൽ നിങ്ങളെ തേടിയെത്തും. എന്നാൽ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളാണ്. അതായത് ദീർഘകാലമായിട്ട് മാറി നിൽക്കുന്ന ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതുമൂലം പരാജയം സമ്മതിക്കാനുള്ള ആ ഒരു മനോഭാവം നിങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യും. അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തൊടുന്നതിലൊക്കെ ആ ഒരു വിപരീത ഫലങ്ങൾ ഉണ്ടാകാമെന്നതിനാൽ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇവിടെ വാസ്തവത്തിൽ നിങ്ങൾക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിലും 6, 8, 12 ഭാവങ്ങൾ രാഹുവിൻ്റെയോ ശനിയുടെയോ ദൃഷ്ടി വന്നാൽ പിന്നെ ശുഭഗ്രഹ ദൃഷ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എത്ര വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നാലും നിങ്ങളത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതാണ് ഇവിടെ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത്. ഈ ദശയും അപഹാരവും അത് ആ വ്യക്തി അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ അതിൻ്റെ പ്രഹരം കുറച്ചെടുക്കാൻ നമുക്ക് ഈ പരിഹാരങ്ങൾ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ യാത്രാക്ലേശങ്ങൾ വർദ്ധിക്കുമെങ്കിലും പ്രതീക്ഷിച്ചതിലും അധികം ധനവും അംഗീകാരവും നിങ്ങളുടെ കൈവശം വന്നു ചേരുമെന്നാണ് വ്യക്തമായിട്ട് കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെ പരിപൂർണമായി പിന്തുണയ്ക്കുമെന്നാണ് കാണുന്നത്. അതായത് എന്തെങ്കിലും വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇത് നിങ്ങൾ മാസങ്ങളായിട്ട് ഇതിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം ഈ ഓഗസ്റ്റ് മാസത്തോടനുബന്ധിച്ച് തീർച്ചയായിട്ടും അതിനൊരു നല്ല ശമനം വരും. അങ്ങനെയാണ് കാണുന്നത്. ഇതേ കാലയളവിൽ തന്നെ വിവാഹങ്ങൾ നടക്കുക, അതായത് വീട്ടിൽ മക്കളുടെ വിവാഹം, നൂലുകെട്ട്, ഗൃഹപ്രവേശം പോലുള്ള ആ മംഗളകർമ്മങ്ങൾ നടക്കുക, വിദേശത്തു നിന്നും ബന്ധുക്കൾ വിരുന്നു വരിക തുടങ്ങിയ മനസ്സിന് കുളിർമയുണ്ടാകുന്ന അവസ്ഥാവിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനും യോഗം കാണുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾക്ക് മധ്യസ്ഥത വഹിച്ചാൽ അതിൽ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ആർക്കും വേണ്ടിയിട്ട് മധ്യസ്ഥത പറയാൻ നിങ്ങൾ പോകരുത്. അതായത് കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക, അതുപോലെ തന്നെ മറ്റൊരാളുടെ പ്രാരാബ്ദം അത് നിങ്ങൾ ഏറ്റെടുക്കുക, ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾ നിന്നു കൊടുത്താൽ അവസാനം വളരെയധികം നഷ്ടം നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇതേ സമയം കൂട്ടു ബിസിനസ്സിൽ നിന്നും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ നിന്നോ അളവറ്റ ധനം കൈവശം വന്നു ചേരാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കുടുംബത്തിൽ ഈ പറഞ്ഞതുപോലെ നല്ല സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാമെങ്കിലും ഭക്ഷണകാര്യങ്ങളിൽ ആ ഒരു കൃത്യനിഷ്ഠയില്ലായ്മ മൂലം വായു സംബന്ധമായ അസ്വാസ്ഥ്യങ്ങളും മറ്റു ഉദര സംബന്ധമായ വൈഷമ്യങ്ങളും നിങ്ങളിൽ വന്നുപെടാനുള്ള യോഗം കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് പരിഹാരമായിട്ട് പറയാനുള്ളത്, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടെ യഥാവിധി വഴിപാടുകൾ നടത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിങ്ങൾ ഈ ഭാഗ്യസൂക്താർച്ചന, വെണ്ണ നിവേദ്യം, ഈ വഴിപാടുകൾ നിങ്ങൾക്ക് കഴിപ്പിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ക്ഷേത്ര ദർശനത്തിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുങ്ങി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണിപൂരം പൂരാട നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ 1200-ാം ആണ്ട് വിഷുഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് കാർത്തിക ഉത്തരാടം. നിങ്ങൾക്ക് 2025-26-ാം ആണ്ടിലെ ഏറ്റവും അനുകൂല മാസങ്ങളായിട്ട് നമുക്കിവിടെ ഗണിതപ്രകാരം കിട്ടിയിരിക്കുന്നത് മിഥുനം, തുലാം എന്നീ മാസങ്ങളാണ്. ഇനി നിങ്ങളുടെ സമ്പൂർണ്ണ ഫലത്തിലേക്ക് നോക്കിയാൽ ഈ വിഷുഫലം നിങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കാണുന്നത്. അതായത് സമൂഹത്തിലോ ജോലിസ്ഥലത്തോ പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഉരുത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ സഹപ്രവർത്തകരുടെയും ഗുരുജനങ്ങളുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറാനും നിങ്ങൾക്ക് സാധിക്കും. മാത്രവുമല്ല, ഓഗസ്റ്റ് മാസത്തിന് ശേഷം സന്താന ലാഭം, ആരോഗ്യം, ധനസമൃദ്ധി എന്നീ സൗഭാഗ്യങ്ങൾ മുൻപത്തെ അവസ്ഥയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരും. അങ്ങനെയാണ് കാണുന്നത്. ഇതിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ ആരോഗ്യരംഗം, അതായത് മാനസിക ശാരീരിക സ്വസ്ഥത നിങ്ങൾ ശരിയായി അനുഭവിച്ചറിയാൻ പോകുന്നത് ഈ പറഞ്ഞ ഈ കാലഘട്ടങ്ങളിലാണ്. അത് കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ
ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ, അതായത് ഓണവുമായി ബന്ധപ്പെട്ട ആ മാസങ്ങളിൽ സുഖചികിത്സ പോലുള്ള തിരുമ്മ ചികിത്സകൾ നിങ്ങൾ സ്വീകരിക്കും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലോ അല്ലെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിലോ ദൂരദേശ യാത്രയ്ക്കും നിങ്ങൾക്ക് അവസരം സംജാതമാവുന്നതാണ്. മാത്രവുമല്ല, ഇതേ സമയം നിങ്ങളുടെ കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായോ ഉല്ലാസ യാത്ര ചെയ്യുന്നതിനും അതുവഴി വളരെയധികം സുഹൃത്ത് ബന്ധങ്ങൾ ശക്തിപ്പെട്ടു വരുന്നതിനുമുള്ള ആ ഒരു അവസ്ഥയും ഈ സമയം സംജാതമാകുന്നതാണ്. പ്രത്യേകിച്ചും ഈ സെപ്റ്റംബർ മാസത്തിന് ശേഷം പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ബിസിനസ് മേഖലയിലേക്കും വന്നു കിട്ടുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങളിവിടെ കരുതിയിരിക്കേണ്ടതായിട്ട് കാണുന്നത് അസമയങ്ങളിലെ യാത്രയും പരിചയമില്ലാത്ത ആളുകളുമായിട്ടുള്ള സഹവാസവും നിങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. ഇത് പറയാൻ കാരണം, ഇവരുമായിട്ടുള്ള ഈ വ്യവഹാരങ്ങളിൽ നിങ്ങൾ എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് മൂലം ചെറിയ തോതിലുള്ള ധനനഷ്ടത്തിന് കാരണമായേക്കും എന്നാണ് കാണുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാണുന്നത്, ഇതിലെ യുവാക്കൾക്ക് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത ജോലിയും ജീവിതമാർഗവും അതിനോടൊപ്പം വിവാഹയോഗം വന്നു ചേരാനും നിങ്ങൾക്ക് ഭാഗ്യം കാണുന്നുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നിങ്ങളുടെ പദവികളിൽ കോട്ടം തട്ടാനും അതുപോലെ തന്നെ ക്ലേശകരമായ സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുവാനും ശക്തമായ സാധ്യത കാണുന്നുണ്ട്. ഇതിലെ വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ച വിഷയത്തിൽ സ്വദേശത്ത് അല്ലെങ്കിൽ വിദേശത്ത് അംഗീകാരം ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഗൃഹം വാങ്ങുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ഭവനത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ താമസ സ്ഥലത്തിന് വ്യത്യാസങ്ങൾ വരുത്തുവാനും അവസരങ്ങൾ വന്നു ചേരുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ കാണുന്ന മറ്റൊരു കാര്യം, സന്താനങ്ങളുടെയോ അല്ലെങ്കിൽ ഇളയ സഹോദരങ്ങളുടെയോ വിവാഹമോ പരീക്ഷാ വിജയമോ അല്ലെങ്കിൽ അവരുടെ വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനും അവരെ അനുഗ്രഹിക്കാനും ഇങ്ങനെയുള്ള ചില അവസരങ്ങൾ ഉറപ്പായിട്ടും വന്നു ചേരും എന്നും കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കാർത്തിക ഉത്രാട നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ 1200 വിഷുഫലമായിട്ട് പറയാനുള്ളത്. പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ തരാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.